ഈ കൈ കഴുകുന്നതൊക്കെ വിഷയം പറഞ്ഞത്, ഞാനത് എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഒരുപാട് പേർക്ക് കൈ കൊടുത്തു കഴിഞ്ഞ് ഇപ്പം അമ്പലത്തിലേക്ക് പോകുന്നു. പല അമ്പലങ്ങളിലും ഞാൻ ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിനകത്ത് കയറാറില്ല. കാരണം എന്നെ അമ്പലത്തിൽ കടക്കുന്നതിന് അമ്പലം എങ്ങനെയാണ് ശുദ്ധിയോടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ചില അമ്പല സന്ദർശനങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റമ്പലത്തിനകത്ത് കടക്കാറില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എവിടെയൊക്കെയോ കോണ്ടാക്റ്റ് കൊണ്ട് അശുദ്ധമായിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മളത് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് കുളിച്ച് ശുദ്ധി വരുത്തി അതിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചില പ്രൊപ്പഗാൻഡലാണ്. അതിൻ്റെ കൂടെ ഒന്നും നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. നമ്മളെ എങ്ങനെയാണോ അച്ഛനമ്മമാർ വളർത്തിയത് ആ വഴിക്ക് നമ്മൾ ജീവിക്കും. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ്, ആ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ്, എന്നെ ഒന്ന് ജീവിക്കാൻ വിടും. ഞാനങ്ങനെ എൻ്റെ കൈ ഒന്ന് ശുദ്ധിയാക്കി ആ വിളക്കെടുത്ത് കൊളുത്തുന്നതുകൊണ്ട് ആർക്കും ദോഷമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി സീരിയസ് ആണ്. നമ്മൾ കോവിഡ് കാലത്ത് പഠിച്ചതാണ്, കൈ കൊടുക്കരുതെന്നാണ് പറഞ്ഞത്, ഹഗ് ചെയ്യരുതെന്ന് പറയും. അപ്പൊ അതൊരു ബയോളജിക്കൽ നീഡായിരുന്നെങ്കിൽ നമ്മൾ അതിന് വഴങ്ങും. അതൊരു സ്പിരിച്വൽ നീഡാണെങ്കിൽ അത് അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു തരം മനവെപ്പാണ്. ഇതേ കാര്യം മുമ്പ് പച്ചവീട്ടിൽ പ്രശ്നേഷ് പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടി പ്രശ്നേഷിനെ എയറിലാക്കി. സത്യത്തിൽ ഇത് കഴിഞ്ഞ ദിവസം JSKയുടെ റിലീസിൻ്റെ അന്ന് ഒരു കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അമ്മൂമ്മയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഉടനെ ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കൈ എടുത്ത ഉടനെ പുള്ളിക്കാരൻ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കൈ കഴുകിയതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വിമർശനത്തിനെയാണ് ഇപ്പോൾ ഈ ന്യായീകരിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ആ കൈ കഴുകിയത് അതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ കേക്ക് കട്ട് ചെയ്ത ശേഷം ഇത് ഞാൻ തന്നെ എടുത്ത് എല്ലാവർക്കും കൊടുത്താലാണ് എൻ്റെ മനസ്സ് നിറയുള്ളൂ. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്നത് ബാക്കി ആളുകൾക്ക് ഹൈജീനോടെ കൊടുക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, ഹൈജീൻ നോക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, തൊട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഡിസ്റ്റൻസിൻ്റെ കുറവ് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൈ കഴുകും. വല്ലാതെ അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ കുളിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അതനുസരിച്ച് ജീവിക്കാൻ വിടൂ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അങ്ങേരുടെ ഇഷ്ടത്തിന് വിട്ടുകൂടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഞങ്ങൾ ശുദ്ധന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് മണ്ടന്മാർക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിൽ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അൺടച്ചബിലിറ്റി, തൊടുന്നതിലൂടെ നമ്മൾ ഹൈജീനിക് അല്ലാതെ ആയി പോകുന്നു എന്നൊക്കെയുള്ള ആ അഴുകിയ മനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന തന്നെയാണ് ഇത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിനെ ഇങ്ങനെയൊക്കെ വെണ്ണയും നെയ്യും പുരട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും സംഭവം അത് തന്നെ. ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകണം എന്നുള്ള മനസ്ഥിതി OCD ആണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്രയും ഭയങ്കരമായിട്ടുള്ള വൃത്തിയുള്ള ആളാണെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് ഈ വൃത്തിയും ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു വേറെ ആൾക്കാരുടെ പാത്രത്തിൽ നിന്ന് വരെ ആ സമയത്ത് ഭക്ഷണം എടുത്ത് കഴിക്കുമായിരുന്നു, കെട്ടിപ്പിടിക്കുമായിരുന്നു, റോട്ട് കൂടെ പോണ ആൾക്കാർക്ക് ഉമ്മ കൊടുക്കുമായിരുന്നു. മൂക്കൊലിപ്പിച്ചുകൊണ്ട് പോയിരുന്ന ഒരു കൊച്ചു ഉമ്മ കൊടുക്കാതിരുന്നിരുന്നപ്പോൾ ബലമായിട്ട് പിടിച്ച് വലിച്ച് താടാ ഉമ്മ എന്ന് വരെ പറഞ്ഞ് ഉമ്മ വാങ്ങിച്ചിട്ടുള്ള സമയമൊക്കെ ഉണ്ട് ഇതേ സുരേഷ് ഗോപിക്ക്. അന്ന് ഈ OCDയുടെ വിഷയമോ അല്ലെങ്കിൽ ഭക്തിയുടെ വിഷയമോ ശുദ്ധിയുടെ വിഷയമോ ഒന്നും എവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ ഒരു ശുദ്ധി വിഷയമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ഷൻ്റെ സമയത്ത് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാകും. കാരണം അന്ന് അങ്ങനെ കിടന്ന് വിരകിയിരുന്നു ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പഴയതുപോലെ സ്വന്തം ഹൈജീനും വിശ്വാസങ്ങളും ഒക്കെ കൊണ്ട് നടക്കാം. അപ്പോൾ ഇലക്ഷൻ്റെ മുൻപ് കാണിച്ചിരുന്നതൊക്കെ അഭിനയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തിനാണ് എല്ലാവരും കൂടി ആ പാവം മനുഷ്യനെയും ആ പാവം മനുഷ്യൻ്റെ മകനെയും ഒക്കെ ഇങ്ങനെ വേട്ടയാടുന്നത്, അവർ ജീവിക്കാൻ വിടൂ എന്നൊക്കെ പറയുന്ന കുറേ ഭക്ത കുചേലന്മാരുണ്ട്. അവർക്ക് കുഴപ്പമുണ്ടാവില്ല. അവർക്ക് ഷൂ ആയാലും കാലാണെങ്കിലും നക്കി ശീലമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടാവും. അതല്ലാത്ത വ്യക്തികൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഇപ്പോൾ പിണറായി വിജയനാണ് ഇതുപോലെ റോട്ട് കൂടെ പോണ ഒരാളെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത ശേഷം കൈ കഴുകിയതായിരുന്നെങ്കിൽ ഈ പറയുന്ന ആളുകൾ ചാണകവെള്ളം കൊണ്ട് വരുമായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലോട്ട്, ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പിന്നെ അതിന് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. മനുഷ്യന്മാർ തന്നെ എല്ലാവരും, ഭക്ഷണം തന്നെ എല്ലാവരും കഴിക്കുന്നത്. ചാണകം ഭക്ഷിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ.